കിട്ടുന്നില്ല. സോറി സോറി. അയ്യോ മച്ചു, ഷെമി മച്ചു, ഷെമി അറിയാണ്ട് തട്ടിയതാ ബ്രോ. അതിന് പിന്നെ വന്ന് ഇരിക്കുന്ന എന്തിനാ ബ്രോ? ഇടിച്ചു കഴിഞ്ഞാ സോറി പറഞ്ഞിട്ട് പോണം. അവനൊരു വേറെ വേണം റൂമിൽ ഇടിക്കും അവനെ. എടാ പോയി ചോദിക്കേ. പിന്നെ ഇടിച്ചു ബ്രോ. അവരൊക്കെ ആയിട്ട് അവര് രണ്ടുപേരെ ഞാൻ പഠിച്ചു കൊന്നുള്ളൂ ബ്രോ. എന്റെ വിഷമത്തിലാണ്. അത്രേ ഉള്ളു. സൂപ്പർ. പേരെന്തായിരുന്നു ബ്രോ? എന്റെ പേര് ഗോഡ്. ഗോഡാ? ഓ. നീ എന്തിനാ അവരെ കൊന്നതോ? അവൻ പറഞ്ഞു എന്റെ പേര് ഗോഡ് എന്നല്ല, എന്നാണ്. അത് പൊളി. അവനെ അടിച്ചെന്ന് കൊന്ന്. അത്രേ ഉള്ളു. പിന്നെ വണ്ടിക്ക് ഇടിച്ചതിന് കുറച്ച് നഷ്ടപരിഹാരം വേണം കേട്ടോ. ഒരു 12 കോടി വേണം. വണ്ടിയുടെ ബമ്പർ മാറ്റാൻ. നിന്റെ സ്വർണത്തിന്റെ ബമ്പറാണോ വെച്ചേക്കണ ഈ വണ്ടിയില്? ഓ അതെ, നമ്മൾ കാർബൺ ഫൈബറാ. 12 കോടിയാണോ? ഓ 12 കോടി നിന്നെ തരുമോ? നമ്മുടെ ആൾക്കാര് വന്ന് ബ്രോനെ വളയും. എത്ര ആൾക്കാരുണ്ട് നിനക്ക്? ടീമാണാ? നമ്മളൊരു 10-20 പേരുണ്ടാവും. നിങ്ങള് ഫാമിലിയാണോ? കുടുംബമാണോ? സീനാണോ ബ്രോ? നമ്മള് ചെറിയ സീനാണ് ബ്രോ. ചെറിയ സീനാണല്ലേ? ഓക്കെ. അപ്പൊ എത്ര? 12 കോടിയാ? ചെറുതല്ല, വലിയതാ ബ്രോ. കൈ തരട്ടാ അതാ? കയ്യില് വേണം ബ്രോ. ഇപ്പൊ വണ്ടിന്ന് ഇറങ്ങിക്കോ ബ്രോ. വണ്ടിന്ന് ഇറങ്ങിയാലേ നമ്മള് സീനാ. ഒരു കാര്യം ചെയ്യാം, ഗ്ലാസ് കൈ മുതുക്ക് പമ്പ് വാട്ടാ. മുതുക്ക് പമ്പ് വേമ്പാ. ഇവിടെ ഒരാള് മൊട കോൾ വിളിച്ചണ്ട കൊടുത്തണ്ട. കൊള്ളാം. ആ കൈ ഗ്ലാസിന്റെ അകത്തോട് കൊണ്ടുപോവാ. ഞാൻ സാധനം തരാം. ഇതിപ്പോ ഞാൻ കൊണ്ടുപോയി പിടിക്കാൻ പറ്റും നോക്കട്ടെ. അകത്തോട്ട് കൊണ്ടുപോയി. കൈ അകത്തോട്ടുണ്ടോ? ആ പറ്റുന്നില്ലല്ലോ. എത്തുന്നില്ല അമ്മച്ചേ. ചെറിയ കൈയാവോ? ചെറിയ കൈ ഉണ്ടായിരിക്കും. ക്ലാസ് ഒന്ന് താത്താവോ മാമൻ? ക്ലാസ് എടാ മുതുക്ക് പമ്പിടാ. എത്ര നിങ്ങളുടെ ടീമിൽ എത്ര ഉണ്ട്? നമ്മളൊരു 20-25 പേരുണ്ട്. 12 കോടി തന്നില്ലെങ്കിൽ ഇപ്പൊ വലിയ വിഷയാവോ ഇവിടെ? ബ്രോനെ നമ്മളെ എടുത്ത് കൊണ്ടുപോകും. അവിടെ അവിടെ ഒരാള് മൊട വേഗം വന്ന് നിങ്ങളെന്ത് കാട്ടെന്ന് വെച്ചാ എന്നെ ഇപ്പൊ കൊണ്ടുപോവരും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എന്തുകൊണ്ടോനാ? അത് ശരിയാണല്ലോ ബ്രോ. ഒറ്റയ്ക്കാണല്ലോ. ഒരു വണ്ടി ഉണ്ടല്ലോ ബ്രോ. എന്തൊരു പഴങ്കഞ്ഞ? എനിക്ക് പൈസ വേണം. മിനിമം ഒരു 1 കോടി. കാര്യം പറ്റത്. ഒരു പഴങ്കഞ്ഞുണ്ട്, ഇതും കുടിച്ചിട്ട് സ്ഥലം മേടിപ്പിക്കില്ലേ? എണ്ണക്കാത്ത് സംസാരിക്കല്ലോ. ചെറിയ കേസ്, കൊച്ചു കേസാണ്. കൊച്ചു കേസ് ബ്രോ. വണ്ടി ഒന്നും അറിയാണ്ട് തട്ടിയല്ലോ ബ്രോ. പുള്ളി ഭയങ്കര റോങ്ങാ ബ്രോ. വണ്ടി ഒന്ന് തട്ടിയതിന് 12 കോടിയൊക്കെ ചോദിക്കാൻ. സ്റ്റീലല്ലേ ബ്രോ? ഒന്ന് സ്റ്റീലല്ലേ ബ്രോ? കയ്യിലങ്ങനെ കൈ പൊക്കിയാൽ മാത്രം മതി. നമ്മള് പയങ്കഞ്ഞ് മാത്രം എടുക്കുള്ളൂ ബ്രോ. ഇൻവെന്ററി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ബ്രോ അങ്ങനെയൊക്കെ ചെയ്യാൻ മോശമല്ലേ ബ്രോ? ബ്രോ കൈ പൊക്ക് ബ്രോ. നമ്മള് എത്ര പേരുണ്ട് ബ്രോ? ഞാൻ കാര്യം ചോദിക്കട്ടെ. സംസാരിക്കാം ആദ്യം. ബ്രോ നമ്മള് കഞ്ഞിപ്പയർ സംസാരിക്കാം ബ്രോ. നമുക്ക് കുറച്ചേരം സംസാരിക്കാം. അതാണ് ബ്രോ. ബ്രോ ചുമ്മാ സത്യം ബ്രോ ചുമ്മാ. ഇതിപ്പോ ആരാ നിന്റെ കൂട്ടത്തിലുള്ള ആരൊക്കെ? ഇതിപ്പോ എനിക്ക് മനസ്സിലാവില്ല. ഇത് പറയാം 1 2 പിന്നെ ആ ബ്രോ ഉണ്ട്. മാർക്ക് ആ ബ്രോനെ വിളിക്കട്ടെ. ആ ബ്രോ ഒന്നും ഇല്ല ബ്രോ. ബ്രോ കാശ് തന്നാ പോരെ? ബ്രോക്ക് വണ്ടി തട്ടി കാശ്. ബ്രോന്റെ വണ്ടി എവിടെ? ബ്രോന്റെ വണ്ടി ഏതാ? കാണിച്ചു തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ ഒരു പരിചയത്തിലൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അവന്റെ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഞാനൊന്ന് പണിഞ്ഞു തരട്ടെ?
ഡോറ് പോയി ക്രൗസ് കണ്ട ഇടി ഇടിച്ചിട്ട് നല്ല പരിചയമുള്ള സാധനമാണ്. ഒരു ആലപ്പുഴ ജിംഖാനത്തെ ആളാണ് കേട്ടാ. അതെ മച്ചാനെ വണ്ടി എടുക്കല്ല, ഒരേ ഒരു വണ്ടിയുള്ളൂ കേട്ടോ, ഒരേ ഒരു വണ്ടി പിടിച്ചു നിൽക്കുന്ന ആളാണ്. അതെ 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 അതെ. വന്നാട്ടെ ഇല്ല ഞാനങ്ങനെ എടുക്കാറില്ല മച്ചാനെ. മച്ചാനെ കൈവക്ക വണ്ടിക്കറി മച്ചാന്റെ വണ്ടിക്കറി പീടി വന്നിട്ടുണ്ട്. എല്ലാം നമ്മളിപ്പോ കൊണ്ടുപോകും. ഈ വണ്ടിന് പീടിയിലേ നിൽക്കത്തുള്ളൂ. സാറേ അതെ സാറേ എന്നെ ഒസയായിട്ട് സാറേ എമ്മ രണ്ടുപേരും പ്രശ്നം സാറേ എന്റെ സാറെ തട്ടിക്കൊണ്ടോ നോക്കി സാറേ തട്ടിക്കൊണ്ടോ നോക്കി സാറേ സാറേ തട്ടിക്കൊണ്ടോ സാറേ പോലെ സാറേ ഒരു പ്രശ്നമല്ലോ. പോലീസ് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കേ. ഒന്നും കേൾക്കുന്നില്ല. ഓനക്കടി മാറ്റാം. ബ്രോ KTM ആരെങ്കിലും ഉണ്ടോ? ഹലോ മച്ചാനെ ഒരു മിനിറ്റ് ഒന്ന് വരും. ഒരു കാര്യം പറയാനാ. അതെ നിങ്ങളെ അടിച്ചെന്ന് പറഞ്ഞ ഒരുത്തന്റെ അവിടെ നിപ്പുണ്ട്, ഉള്ളതാണോ? അവന്മാര് പറഞ്ഞ നിങ്ങളുടെ വണ്ടി പോയി അവന്മാരെ വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് അവന്റെ അടുത്ത് പറഞ്ഞതാ അവന്മാര് ദേഷ്യത്തിൽ ഇടിച്ചത്. അവന്മാരൊന്ന് ഞാൻ കിടത്തി ഉറക്കിയായിരുന്നു, അതിന്റെ ദേഷ്യത്തിൽ വന്ന് ഇടിച്ചെന്നാണ് പറഞ്ഞത്. എന്റെ പേര് ചന്ദ്രൻ. ആളെ ഞാൻ കാണിച്ചുതരാം. എന്റെ കൂടെ ഞാൻ കാണിച്ചുതരാം. എടാ അതെ എടാ നീ നേരത്തെ നീ നേരത്തെ ഒരുത്തനെ അടിച്ചെന്ന് പറഞ്ഞില്ലേ? നീ ഒരു വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് അവന്മാരെ അപ്പുറത്ത് ഇപ്പുണ്ട്, ഇതാ പറഞ്ഞെന്ന് പറഞ്ഞ്. ബ്രോ ദേവനാ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരെ ഇടിച്ചു കൊണ്ടെന്ന് പറഞ്ഞു. KTM ആൾക്കാരെ ഈ വൈറ്റ് ഡ്രസ് ഇട്ട ബ്രോ എന്താ ഇടിച്ചു കൊല്ലും. ഞാൻ പറഞ്ഞില്ല അതന്നെ ഭയങ്കര കളിയാണ്. നമ്മളോട് വന്ന് പറയാ മച്ചാനെ ഞാൻ പറഞ്ഞില്ലേ യവനാണ് പറഞ്ഞത്. സത്യം പറയാ മച്ചനെ ദയവേ ഈ പച്ച ഗ്ലൗസ് ഇട്ടവൻ യവന്റെ വണ്ടി നേരത്തെ നിങ്ങളുടെ വണ്ടി ഇടിച്ചപ്പോഴത്തേക്കും യവൻ പറഞ്ഞ് അത് അവന്മാര് കലിപ്പിൽ വന്ന് ഇടിച്ചതാണ്. അപ്പൊ ഞാൻ ചെന്നത് കലിപ്പിക്കാൻ എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അവന്മാരെ കൂട്ടത്തില് രണ്ടെണ്ണത്തിനെ അടിച്ച് കൊന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്തിനാ നിന്നെ കൊന്നെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ പേര് പറഞ്ഞു ഗോഡെന്ന് പറഞ്ഞ്. അപ്പൊ അവൻ എന്നെ ഗേന്ന് വിളിച്ച്, അതുകൊണ്ട് ഞാൻ കൊന്നെന്ന് പറഞ്ഞു. യവനാണ് പറഞ്ഞത്. നീ എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ നീ കൂട്ടുകാരനല്ലേ? നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല ബ്രോ. സംഭവം എന്താന്ന് പറയാൻ പേടിപ്പിക്കാൻ നോക്കിയായിരുന്നു. നമ്മൾക്ക് വേണ്ടി ഒരു ഇത് തരാൻ വേണ്ടി ഇതാക്കിയതാ ബ്രോ. നമ്മളെ ഇയാള് കള്ളനാണ്. എടാ ഞാൻ കാര്യം പറ്റടാ. എനിക്ക് കള്ളം പറയേണ്ട എന്താ ആവശ്യമുണ്ടാ? ഞാൻ നിങ്ങളുടെ വണ്ടി ഉണ്ടോ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞ കാര്യം. യവൻ എന്നെ തട്ടിക്കൊണ്ടോ നോക്കിയായിരുന്നു. മനസ്സിലായില്ലേ? ആ മനസ്സിലായി. എടാ വേറൊന്നുമില്ല കേട്ടാ. ഇല്ല ജസ്റ്റ് അവൻ പറഞ്ഞേ പറഞ്ഞുള്ളൂ കേട്ടാ. വേറൊന്നും പ്രശ്നമൊന്നുമില്ല. പാപ്പയമാരാ ഞാനൊരു ഗ്യാങ്ങിലെ ആളാ. എടാ പോടാ പേടത്തൂറി.
സ്കൂളിൽ ആളുണ്ടോ ഇവരെ സ്കൂളിൽ കൊണ്ടുപോകാരെ പെട്രോൾ ചെയ്യുന്നേ മച്ചാനെ നിങ്ങളൊന്ന് വണ്ടി എടുത്തിയാട്ടെ സംസാരിക്കാനില്ലേ അതെ ഞാൻ കീഴടങ്ങിയ ഇറങ്ങിയ കൊന്നോളെ രണ്ടിനെ കൊണ്ടും വണ്ടി കേറാ മണ്ടന്മാര് അതെ ആ വന്നിട്ട് അമ്മ വന്നിട്ട് കേറി ചെറിയ പ്രശ്നമുണ്ട് വണ്ടി കയറി പിള്ളേരില്ല വണ്ടി വലിച്ചതില്ലാത്തിനെ ആ കേറ മകനെ വണ്ടി കയറി പ്രശ്നമുണ്ട് എടി പിള്ളേരെ ഇപ്പൊ വിടാ ഒരു ആവശ്യമുണ്ട് എടാ വണ്ടി കയറി ആവശ്യമുണ്ട് എടി എനിക്കപ്പുറം സ്ഥലമുണ്ട് നീങ്ങോട് ഇക്രൂനെ ചത്തി കിടക്കണ്ടാണ് അവന്റെ ബോഡി വണ്ടി ടൂൾസ് എല്ലാം കയ്യിലുണ്ടാ ചെറിയ പ്രശ്നമുണ്ട് ആ ഓക്കെ അങ്ങനെ തെറ്റ് പ്രശ്നമുണ്ടോ 2 പയ്യന്മാരെ വളഞ്ഞവിടെ ചോദിക്കാൻ ആരില്ലേ ഒന്നും ബലത്തിനൊന്നും പറഞ്ഞു പദവിയൊന്നും ഇല്ലേ ഓ ഇത് ചോദിക്കല്ലേ ഞാൻ നമ്മുടെ കുടുംബത്തിലുള്ള പേര് ആരെയാണ് ആശ്രമം തൊള്ളയാ നമ്മളല്ല വണ്ടി പറഞ്ഞേ ആ എടാ കത്തി വടിവാള എല്ലാം എടുത്ത് വെച്ചോ അവനിവിടെ ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് എവിടെ ഉണ്ട് ഞാനൊരു കാര്യം പറയാം എന്റെ സ്കൂളിലെ പിള്ളേരെ ഒരു മറ്റേ കൊട്ടേഷൻ ടീമിൽ അംഗമാക്കാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല കേട്ടല്ലോ ഇവിടെ ചെറിയ വളഞ്ഞ എന്റെ വണ്ടി ഇതെന്റെ വണ്ടി വണ്ടി ഇട്ടിട്ട് പിന്നെ ഓടി യവനേടി തപസ്സിരിക്കണവൻ ചെറിയ ചൂട്ടച്ചക്ക അങ്കവാടി പോടാ നീലം അടിക്കില്ലേ നിക്ക് അവന് ബോധം വിട്ട് എവിടാ നിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരോട് ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് പറഞ്ഞില്ല അപ്പോഴേ മിസ്റ്റർ ചന്ദ്രബോസ് ചന്ദ്രബോസ് 17.9 ബ്രോ